ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ ബുക്കിൻ്റെ മൂന്നാമത്തെ പാഠത്തിലാണ് നമ്മളുള്ളത്. മൂന്നാമത്തെ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ പാർട്ട് 1 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലെസൻ്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അദ്ദർസു സാലിസു, പാഠം മൂന്നാമത്തെ പാഠം. അഹ്മദു കം താലിബൻ ഫി ഫസ്ലിക്കും യാ അലിയു, അലിയേ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ട്? കം താലിബൻ എത്ര വിദ്യാർത്ഥികൾ, ഫി ഫസ്ലിക്കും നിങ്ങളുടെ ക്ലാസ്സിലുണ്ട്, യാ അലിയു അലിയേ. അഹ്മദു എന്ന നാമം മംനു മിനസ് സർഫാണ്, തൻവീനിനെ സ്വീകരിക്കുകയില്ല. കം എന്നത് ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുകൂനി. താലിബൻ എന്നത് തമീസ്, തമീസ് എപ്പോഴും മുഫ്രദും മൻസൂബും ആയിരിക്കും. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ. ഫസ്ലി മുദാഫ്, കും മുദാഫുൻ ഇലൈഹി നിങ്ങളുടെ ക്ലാസ്സിൽ. യാ ഹർഫു നിദാ, അലിയു മുനാദ. ഖാല അലിയുൻ അലി പറഞ്ഞു. ഫി ഫസ്ലിന അർബഅത അശറ താലിബൻ. ഫി ഫസ്ലിന അർബഅത അശറ താലിബൻ ഞങ്ങളുടെ ക്ലാസ്സിൽ 14 വിദ്യാർത്ഥികൾ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ 14 വിദ്യാർത്ഥികൾ ഉണ്ട്. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഫസ്ലി മുദാഫ്, നാ മുദാഫുൻ ഇലൈഹി ഞങ്ങളുടെ ക്ലാസ്. അർബഅത അശറ, അർബഅത അശറ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11 മുതൽ 19 വരെ അഅദാദുൽ മുറക്കബാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒന്നിച്ചാണ്. അർബഅത അശറ എന്നത് മുബ്തദഅ മുഅഖറാണ്, അത് രണ്ടും മബനിയാണ്. ഓക്കെ, താലിബൻ എന്നത് തമീസാണ്. താലിബൻ എന്നത് മുദക്കർ ആയതുകൊണ്ട് അർബഅത ആ നമ്പറിൻ്റെ ഒന്നാമത്തെ ഭാഗം മുഅന്നസ് ആയി. ഖാല അഹ്മദു അഹ്മദു പറഞ്ഞു. അത്തുല്ലാബു ഫി ഫസ്ലിന അക്സറു ഫീഹി ഫി ഫസ്ലിന അക്സറു. അത്തുല്ലാബു ഫി ഫസ്ലിന അക്സറു ഞങ്ങളുടെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ കൂടുതലാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ കൂടുതലാണ്, ധാരാളമുണ്ട്. അക്സറു കസീറുൻ എന്നതിൻ്റെ ഇസ്മു തഫ്ലീലാണ് അക്സറു ധാരാളം. അത്തുല്ലാബു മുബ്തദഅ ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ. ഫസ്ലി മുദാഫ്, നാ മുദാഫുൻ ഇലൈഹി. അക്സറു എന്നത് ഖബറാണ്. ഫീഹി തിസ്അത അശറ താലിബൻ. ഫീഹി അതിലുണ്ട്, തിസ്അത അശറ 19 താലിബൻ വിദ്യാർത്ഥികൾ. ഫീഹി തിസ്അത അശറ താലിബൻ അതിൽ 19 വിദ്യാർത്ഥികൾ ഉണ്ട്. ഫീഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. തിസ്അത അശറ മുബ്തദഅ മുഅഖർ. താലിബൻ എന്നത് തമീസ് ആണ്. യാ അലിയു അലിയേ, യാ ഹർഫു നിദാ, അലിയു മുനാദ. മസ്മു താലിബിൽ ജദീദില്ലദീ ജാഅ അംസി. മസ്മു താലിബിൽ ജദീദില്ലദീ ജാഅ അംസി ഇന്നലെ വന്നതായ പുതിയ വിദ്യാർത്ഥിയുടെ പേര് എന്താണ്? ഇന്നലെ വന്നതായ പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്ത്? നമ്മൾ അതിൻ്റെ അവസാനത്ത് നിന്ന് അർത്ഥം പറഞ്ഞു തുടങ്ങുക. അംസി, ജാ അല്ലദി, ജദീദു, താലിബ്, മസ്മു, അങ്ങനെ നോക്കുക. അപ്പം അംസി ഇന്നലെ വന്നത് ആയ പുതിയ വിദ്യാർത്ഥിയുടെ പേര് എന്താണ്? ഖാല അലിയുൻ അലി പറഞ്ഞു. ഇസ്മുഹു ഉസാമതു അവൻ്റെ പേര് ഉസാമ എന്നാകുന്നു. ഇസ്മു മുബ്തദഅ വഹുവ മുളാഫ്, ഹു മുളാഫുൻ ഇലൈഹി. ഉസാമതു ഖബറാണ്. ഉസാമതു മംനു മിനസ് സർഫാണ്, താ മർബൂത്തയിൽ അവസാനിക്കുന്ന പുരുഷനാമം മുഅന്നസുൽ ലഫ്ളി, അതൊരിക്കലും തൻവീനിനെ സ്വീകരിക്കുകയില്ല. ഖാല അഹ്മദു അഹ്മദ് എന്ന നാമം മംനു മിനസ് സർഫാണ്. ഹുവ തവീലുൻ ജിദ്ദൻ അവൻ വളരെ നീളമുള്ളവനാണ്. ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ, അവൻ വളരെ നീളമുള്ളവൻ ആണ്. ഹുവ മുബ്തദഅ തവീലുൻ ഖബർ, ജിദ്ദൻ മഫ്ഊലുൻ മുത്തലഖ്. അലൈസ കദാലിക അപ്രകാരം അല്ലേ. ഇസ്തിഫ്ഹാമുൽ മൻഫി ആണ് ട്ടോ, നെഗറ്റീവ് ചോദ്യം. കദാലിക അപ്രകാരം. ഹംസ ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ലൈസ എന്താ? ലൈസ ഫിഅലു നാഖിസുൻ വജാമിദുൻ.
മിൻ അഖവാത്തി ഖാന നമ്മൾ മുന്നത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇസ്മു ലൈസ എന്നത് ലമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ. കാഫ് ഹർഫുൽ ജറാണ്. ദാലിക ഇസ്മുൽ ഇഷാറയാണ്. കദാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ ലൈസ, ഖബറു ലൈസ, ലൈസയുടെ ഖബർ. ഖാല അലിയുൻ, അലി പറഞ്ഞു, ബല അതെ. ഇസ്തിഫ്ഹാമുൽ മൻഫി നെഗറ്റീവ് ചോദ്യത്തിൻ്റെ പോസിറ്റീവ് ഉത്തരത്തിന് നമ്മൾ പറയാം ബല എന്നാണ്. അത് ഇസ്ബാത്തിന് വേണ്ടി അതെ എന്ന് പറയാനായിട്ട് നമ്മൾ ബല എന്ന് ഉപയോഗിക്കും. അല്ല എന്ന് പറയാൻ നഅം എന്നും ഉപയോഗിക്കും. ബല എന്ന് പറഞ്ഞാൽ അതെ. ഹുവ തവീലുൻ ജിദ്ദൻ, അവൻ വളരെ നീളമുള്ളവനാണ്. വലാകിന്ന പക്ഷേ ഹാമിദുൻ അത്വലു മിൻഹു, ഹാമിദ് അവനേക്കാൾ നീളമുള്ളവനാണ്. ഹുവ തവീലുൻ ജിദ്ദൻ വലാകിന്ന ഹാമിദൻ അത്വലു മിൻഹു, അവൻ വളരെ നീളമുള്ളവനാണ്, പക്ഷേ ഹാമിദ് അവനേക്കാൾ നീളമുള്ളവനാണ്. ഹുവ മുബ്തദഅ, തവീലുൻ ഖബർ, ജിദ്ദൻ എന്നത് മഫ്ഊലുൻ മുത്തലഖ് ആണ്. വലാകിന്ന മിൻ അഖവാത്തി ഇന്ന, ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. ഹാമിദൻ എന്നത് ലാകിന്ന എന്താണ്, ഹർഫുൽ ഇസ്തിദ്റാഖും കൂടിയിട്ടാണ് അല്ലേ. ഹാമിദൻ എന്നത് ഇസ്മുലാക്കിന്ന, അത് മൻസൂബാണ്. അത്വലു ഖബറുലാക്കിന്ന മർഫൂ, മിൻഹു ജാറുൻ വ മജ്റൂറുൻ. അത്വലു എന്നത് ഇസ്മു തഫ്ദീൽ ആണ്. ഇന്നഹു അത്വലു താലിബുൻ ഫീ ഫസ്ലിന, തീർച്ചയായും അവൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളിൽ നീളമുള്ളവനാണ്, ഏറ്റവും നീളമുള്ളവൻ. ഇസ്മു തഫ്ലീലാണ്, ഏറ്റവും നീളമുള്ളവൻ. തവീലുൻ്റെ ഇസ്മു തഫ്ലീലാണ് അത്വലു. തീർച്ചയായും അവൻ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നീളമുള്ളവനാണ്. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, ഹു ആണ് ഇസ്മു ഇന്ന, അത്വലു ഖബറു ഇന്ന ഇസ്മു തഫ്ലീൽ. താലിബിൻ വഹുവ മുലാഫ്, താലിബിൻ മുലാഫുൻ ഇലേഹി. സൂപ്പർലെറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം നക്കീറയായിട്ട് ജെറ് ചെയ്ത മുലാഫിൻ ഇലേഹി ആയിട്ടൊരു ഇസ്മു വരും. ഓക്കെ, മുലാഫായിട്ടാണ് ഇസ്മു തഫ്ലീൽ വരിക. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ, ഫസ്ലി മുലാഫ് നാ മുലാഫുൻ ഇലേഹി. വമൻ അത്വലു താലിബിൻ ഫി ഫസ്ലിക്കും, വമൻ അത്വലു താലിബിൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥിയും ആരാണ്. വാവ് ഹർഫുൽ ജർ, മൻ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുകൂനി. അത്വലു എന്നത് തവീലുൻ എന്നതിൻ്റെ ഇസ്മു തഫ്ലീലാണ്. വഹുവ മുലാഫ്, താലിബിൻ മുലാഫുൻ ഇലൈഹി. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ, ഫസ്ലി മുലാഫ് ഖും മുലാഫുൻ ഇലൈഹി, നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നീളമുള്ളവൻ ആരാകുന്നു. ഖാല അഹ്മദു, അഹ്മദു പറഞ്ഞു, അത്വലു താലിബിൻ ഫി ഫസ്ലിന ഇബ്രാഹീമു, ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നീളമുള്ളവൻ ഇബ്രാഹിം ആകുന്നു. അത്വലു മുബ്തദഅ വഹുവ മുലാഫ് താലിബിൻ മുലാഫുൻ ഇലൈഹി. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ, ഫസ്ലി മുലാഫ് നാ മുലാഫുൻ ഇലൈഹി. ഇബ്രാഹീമു ഖബറാണ്. ഓക്കെ, ഖബറാണ്. ഇബ്രാഹിമു എന്നത് മംനൂ മിന സർഫാണ്, തൻവീനിനെ സ്വീകരിക്കുകയില്ല. ഖാല അലിയുൻ, അലി പറഞ്ഞു, അദഫ്തറുക ഹാദാ യാ അഹ്മദു, അഹ്മദേ ഇത് നിന്റെ പുസ്തകം ആണോ. അഹ്മദേ ഇത് നിന്റെ പുസ്തകം ആണോ. ഹംസ ഹംസത്തുൽ ഇസ്തിഫാം. ദഫ്തറു മുദാഫ്, ഖ മുദാഫുൻ ഇലൈഹി, ഹാദാ ഇസ്മുൽ ഇഷാറ, യാ ഹർഫു നിദാ, അഹ്മദു മുനാദ. ഇന്ന ഖത്തക ജമീലുൻ ജിദ്ദൻ, തീർച്ചയായും നിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഭംഗിയുള്ളതാണ്. മാഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചത്. ഓക്കെ, ഇന്ന ഖത്തക തീർച്ചയായും നിന്റെ കൈയക്ഷരം ഹാൻഡ് റൈറ്റിംഗ്. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഖത്ത ഇസ്മു ഇന്ന മൻസൂബ് വഹുവ മുലാഫ്, ഖ മുലാഫുൻ ഇലൈഹി. ജമീലുൻ ഖബർ, ജിദ്ദൻ മഫ്ഊലുൻ മുത്തലഖ്. മാഷാ അള്ളാഹു, മാഷാ അള്ളാഹു അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മാഷാ അള്ളാഹു മൗസൂലയാണ്. ഷാ ഫിഅ്ൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹിയാണ്. അള്ളാഹു വായിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഖാല അഹ്മദു, അഹ്മദ് പറഞ്ഞു, ശുക്രൻ നന്ദി. ശുക്രൻ എന്നുള്ളത് മഫ്ഊലുൻ മുത്തലഖാണ് കേട്ടോ. അതും ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരും. യാ അലിയു, അലിയേ നിനക്കു നന്ദി. ശുക്രൻ മഫ്ഊലുൻ മുത്തലഖ്, യാ ഹർഫു നിദാ, അലിയു മുനാദ. ഖത്തി ജമീലുൻ,
എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, എൻ്റെ കൈയക്ഷരം ഭംഗിയുള്ളതാണ്. ഹത്തി അവിടെ ഹത്തു എന്നുള്ളത് മുബത്തദ വഹുവ മുലാഫ് യാ മുത്തക്കല്ലിം മുലാഫിൻ ഇലൈഹി. മുബത്തദ എല്ലായ്പ്പോഴും മർഫു ആയിരിക്കും. ഇവിടെ ഹത്തി എന്ന് വരാൻ കാരണം യാ മുത്തക്കല്ലിമിലേക്ക് എന്തെങ്കിലും ചേർത്തി പറയുമ്പോൾ അവിടെ കെസ്ര തന്നെയാണ് വരിക. ഓക്കെ. ജമീലുൻ എന്നത് ഖബറാണ്. വഹത്തുക അജ്മലു, നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഭംഗിയുള്ളതാണ്. ജമീലുൻ അതിൻ്റെ ഡിഗ്രി ഒരു പോസിറ്റീവ് ഡിഗ്രി, അജ്മലു എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രി, വളരെ ഭംഗിയുള്ളത് ഇസ്മു തഫ്ലീലാണ്. ജമീലുൻ്റെ ഇസ്മു തഫ്ലീലാണ് അജ്മലു. വാവു ഹർഫുൽ അത്ഫ്, ഹത്തു മുബ്തദ വഹുവ മുലാഫ്, ഖ മുലാഫുൻ ഇലൈഹി. അജ്മലു എന്നത് ഖബറാണ്. ഖാല അലിയുൻ, അലി പറഞ്ഞു, മൻ ഹാദൽ ഫത്തൽ ലദീ മഅക യാ അഹ്മദു. മഅക അവിടെ നമുക്ക് അർത്ഥം പറയാം. അഹ്മദേ, നിൻ്റെ കൂടെയുള്ളതായ ഈ ചെറുപ്പക്കാരൻ ആരാണ്? മൻ ഇസ്മുൽ ഇസ്തിഫാം, ഹാദ ഇസ്മുൽ ഇഷാറ. അൽ ഫത്ത എന്നത് ബദലാണ്. അല്ലദി എന്നത് അൽ ഫത്ത എന്നതിൻ്റെ നഅത്താണ്. അത് ഇസ്മു മൗസൂലാണ്. മഅക സിലത്തുൽ മൗസൂൽ, മഅ ളർഫ് ഖ മുലാഫുൻ ഇലൈഹി. യാ ഹർഫു നിദാ, അഹ്മദു മുനാദ. കഅന്നഹു അഖൂക, കഅന്നഹു അഖൂക, അവൻ നിൻ്റെ സഹോദരനെ പോലെ തോന്നുന്നു. ഹീസ് ലൈക്ക് യുവർ ബ്രദർ. കഅന്ന പോലെ, കഅന്ന എന്നത് മിൻ അഖവാത്തി ഇന്ന. ഹു ഇസ്മു കഅന്ന, ഹർഫു തഷ്ബീഹാണ് കേട്ടോ. ഹു എന്നത് ഇസ്മു കഅന്ന, അഖു ഖബറു കഅന്ന വഹുവ മുലാഫ്, ഖ മുലാഫുൻ ഇലൈഹി. ഖാല അഹ്മദു, അഹ്മദ് പറഞ്ഞു, നഅം ഹുവ അഖി, അഖി ഷഖീഖു. അഖി അഷഖീഖു എന്നാണ് നമ്മൾ കൂട്ടി പറയുമ്പോൾ അഖി ഷഖീഖു. അതെ, അവൻ എൻ്റെ സ്വന്തം ഓൺ ബ്രദറാണ്. ഉപ്പയും ഉമ്മയൊക്കെ ഒത്ത സഹോദരൻ, അവൻ എൻ്റെ സ്വന്തം സഹോദരനാണ്. നഅം എന്നുള്ളത് ഹർഫു ജവാബ്, ഹുവ മുബ്തദ, അഖി ഖബർ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫുൻ ഇലൈഹി. അഷഖീഖു എന്നത് നഅത്താണ്, അഖുൻ എന്നതിൻ്റെ നഅത്താണ്. ഖാല അലിയു, അലിയുൻ, അലി പറഞ്ഞു, അക്ബറു മിൻക ഹുവ അം അസ്ഗറു. അവൻ നിന്നേക്കാൾ വലുതാണോ അതോ ചെറുതാണോ, എൽഡറാണോ യങ്ങറാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഹംസ ഹംസത്തുൽ ഇസ്തിഫാം. അക്ബറു എന്നത് കബീറുൻ എന്നതിൻ്റെ ഇസ്മു തഫ്ലീലാണ്. മിൻക ജാറുൻ വ മജ്റൂറുൻ, ഹുവ ളമീർ മുൻഫസിൽ. അം എന്നത് ഹർഫുൽ അത്ഫ്, അസ്ഗറു എന്നത് സഗീറുൻ എന്നതിൻ്റെ ഇസ്മു തഫ്ലീൽ, ചെറിയവൻ, ഏറ്റവും ചെറിയവൻ. ചെറുതാണോ വലുതാണോ, നിന്നേക്കാൾ. മിൻക. ഖാല അഹ്മദു, അഹ്മദ് പറഞ്ഞു, ഹുവ അസ്ഗറു മിന്നി, അവൻ എന്നേക്കാൾ ചെറുതാണ്. ഹുവ മുബ്തദ, അസ്ഗറു ഖബർ, മിന്നി ജാറുൻ വ മജ്റൂറുൻ. ഖാല അലിയു, അലിയുൻ, അലി പറഞ്ഞു, ഫി അയ്യി മഹ്ജഇൻ അൻത യാ അഖി, എൻ്റെ സഹോദര, താങ്കൾ ഏത് ഹോസ്റ്റലിലാണ്? താങ്കൾ ഏത് ഹോസ്റ്റലിലാണ്? ഫി അയ്യി മഹ്ജഇൻ, താങ്കൾ ഏത് ഹോസ്റ്റലിലാണ്? മഹ്ജ എന്നാണ് ഹോസ്റ്റൽ. ഫി അയ്യി ജാറുൻ വ മജ്റൂറുൻ. അയ്യി എന്നത് ഇസ്മുൽ ഇസ്തിഫ്ഹാമാണ് കേട്ടോ. ഓക്കെ, അത് മുഅറബല്ല, മബ്നിയാണ്. ഓക്കെ. മഹ്ജഇൻ മുലാഫുൻ ഇലൈഹി. അൻത ضمير منفصل يا حرف نداء أخي منادى مضاف إليه. قال أحمد പറഞ്ഞു أنا في المحجع الخامس ഞാൻ അഞ്ചാമത്തെ ഹോസ്റ്റലിലാണ് ഞാൻ അന മുബ്തദ ഫി മഹ്ജഇ ജാറുൻ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. അൽ ഖാമിസി എന്നത് നാത്താണ്. നമ്മൾ ക്രമ നമ്പറുകൾ മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് നാത്തായിട്ടാണ് വരിക. അഞ്ചാമത്തെ, ആറാമത്തെ എന്നൊക്കെ പറയുമ്പോൾ അത് നാത്തായി വരും. വഹുവ ബഈദുൻ ജിദ്ദൻ അനിൽ ജാമിഅത്തി. അത് ജാമിയയിൽ നിന്നും വളരെ ദൂരെയാണ്. ജിദ്ദൻ വളരെ ദൂരെയാണ്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും വളരെ ദൂരെയാണ്. വാവ് ഹർഫുൽ അത്ഫ് ഹുവ മുബ്തദഅ ബഈദുൻ ഖബർ ജിദ്ദൻ മഫ്ഊലുൻ മുത്തലഖ്. അനിൽ ജാമിഅത്തി ജാമിയയിൽ നിന്ന്. അതടെ ഹർഫുൽ ഇസ്മു മജ്റൂറാണ്. ഓക്കെ, ഇസ്മു മജ്റൂറാണ്. ഓക്കെ, ബാക്കി വരുന്ന ഇസ്മു മജ്റൂർ അത് മുതഅല്ലിഖും ബിൽ ഖബരി എന്നൊക്കെ പറയാം. ഖാല അലിയുൻ അലി പറഞ്ഞു അന ഫിൽ മഹ്ജഇൽ സാമിനി വഹുവ അബ്അദു മിൻ മഹ്ജഇക്കും. ഞാൻ എട്ടാമത്തെ ഹോസ്റ്റലിലാകുന്നു. അത്
നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്നും വളരെ ദൂരെയാകുന്നു. അബഅദു ബഈദിൻ്റെ ഇസ്മു തഫ്ളീലാണ്. അബഅദു വളരെ ദൂരമാകുന്നു അത്. അന മുബ്തദഅ ഫിൽ മഹ്ജഇ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. അത്താമിനി എന്നത് നഅത്താണ്. വാവു ഹർഫുൽ അത്ഫ് ഹുവ മുബ്തദഅ അബ്അദു ഖബർ. മിൻ മഹ്ജഇ ജാറുൻ വ മജ്റൂറുൻ കും മഹ്ജഇ മുലാഫ് കും മുലാഫുൻ ഇലൈഹി അതും മുതഅല്ലിഖാണ് കേട്ടോ. മുതഅല്ലിഖും ബിൽ ഖബരി. ഖാല അഹ്മദു അഹ്മദ് പറഞ്ഞു അയ്യുഹുമ അഹ്സനു ഏതാണ് നല്ലത്. അയ്യുഹുമ ഇവയിൽ രണ്ടിൽ ഏതാണ് അഹ്സനു നല്ലത്. അയ്യു എന്ന് പറഞ്ഞാൽ ഏത്, ഹുമ ഇത് രണ്ടിലും ഏതാണ് നല്ലത്. അയ്യു മുലാഫു മുലാഫിനിലേഹിയാണ് കേട്ടോ. അഹ്സനു ഇസ്മു തഫ്ലീലാണത്. ഓക്കെ. ഖാല അലിയുൻ അലി പറഞ്ഞു അൽ മഹ്ജഉൽ ഖാമിസു അഹ്സനു അഞ്ചാമത്തെ ഹോസ്റ്റലാണ് നല്ലത്. അൽ മഹ്ജഉ മുബ്തദഅ അൽ ഖാമിസു നഅത്ത് അഹ്സനു എന്നത് ഖബറാണ്. ഫഇന്നഹു ഗുറഫഹു ഔസഉ അതിൻ്റെ മുറികൾ തീർച്ചയായും അതിൻ്റെ മുറികൾ വിശാലമാണ്. ഫ എന്ന് പറഞ്ഞാൽ കാരണം, ഒരു സബബിയായിട്ടുള്ള അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദ് വനസ്ബിൻ. ഗുറഫ ഇസ്മു ഇന്ന മൻസൂബ് വഹുവ മുലാഹു മുലാഫുൻ ഇലൈഹി. ഔസഉ ഖബർ. ഗുർഫത്തുൻ എന്നതിൻ്റെ ജംആണ് ഗുറഫുൻ. അത് നസ്ബ് ചെയ്തത് ഇന്നൻ്റെ ഇസ്മായതുകൊണ്ടാണ്. വനവാഫിദഹു അക്ബറു അതിൻ്റെ ജനവാതിലുകൾ വലുതാണ്, വളരെ വലുതാണ്. നാഫിദത്തുൻ എന്നതിൻ്റെ ജംആണ് നവാഫിദുൻ. അത് ഉറഫയിലേക്ക് മഅതൂഫുൻ അലാ ഗുറഫ ആ ഗുറഫയിലേക്ക് അത്ഫു ചെയ്തതുകൊണ്ടാണ് അവിടെ നസ്ബായി വന്നത്. വഹുവ മുലാഫ് ഹു മുലാഫുൻ ഇലൈഹി. അക്ബറു എന്നുള്ളത് ഇസ്മു ഇന്ന എന്ന് തന്നെ പറയാം. അസ്തഗ്ഫിറുല്ലാഹ്. ഖബറു ഇന്ന കേട്ടോ. ഇന്നൻ്റെ ഖബർ എന്നായിട്ട് വരും. ഓക്കെ. മറാഹീദഹു അൻദഫു അതിൻ്റെ ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ വൃത്തിയുള്ളതാണ്, വളരെ വൃത്തിയുള്ളത്. നളീഫിൻ്റെ ഇസ്മു തഫ്ലീൽ ആണ് അൻദഫു. ഓക്കെ. മിർഹാദുൻ പഠിച്ചിട്ടില്ലേ നമ്മൾ, ടോയ്ലറ്റ് അതിൻ്റെ ജംആണ് മറാഹീദുൻ. അതിൻ്റെ മറാഹീദ വരാൻ കാരണം മഅതൂഫുൻ അലാ ഗുറഫ. ഓക്കെ. വഹുവ മുലാഹു മുലാഫുൻ ഇലൈഹി. അൻദഫു എന്നുള്ളത് ഇസ്മു ഇന്ന കേട്ടോ. ഇന്നൻ്റെ ഇസ്മായിലായിട്ട് നമുക്ക് കണക്കാക്കാം. വ സുററുൽ ലത്തി ഫീഹി അജ്മലു അതിലുള്ളതായ കട്ടിലുകൾ വളരെ ഭംഗിയുള്ളതാണ്. അതിലുള്ളതായ കട്ടിലുകൾ. ഫീഹിൻ്റെ അവിടുന്ന് നമുക്ക് സിലൻ്റെ അവിടുന്ന് അർത്ഥം പഠിക്കാം. ഫീഹി അല്ലത്തി അസുററ സരീറുൻ കട്ടിൽ അതിൻ്റെ ജംആണ് സുറുറുൻ. ഓക്കെ. സുററല്ലത്തി ഫീഹി അതിലുള്ളതായ കട്ടിലുകൾ അജ്മലു വളരെ ഭംഗിയുള്ളതാണ്. അസുററ എന്നത് മഅതൂഫുൻ അലാ ഗുറഫ ഗുറഫയിലേക്ക് അത്ഫ് ചെയ്തതുകൊണ്ട് നസ്ബ് ചെയ്തു. അല്ലത്തി എന്നുള്ളത് സുററിൻ്റെ നഅത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇസ്മു മൗസൂൽ. ഫീഹി ജാറുൻ വ മജ്റൂറുൻ സിലത്തുൽ മൗസൂലാണ്. അജ്മലു എന്നത് ഖബറു ഇന്ന കേട്ടോ. ഇന്നൻ്റെ ഖബറായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ജമീലുൻ്റെ ഇസ്മു തഫ്സീലാണ് അജ്മലു. അപ്പോൾ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് തമാരീനിലോട്ട് പോകാം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. കം താലിബൻ ഫി ഫസ്ലി അഹ്മദ അഹ്മദിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോൾ എങ്ങനെ പറയാം, വേണമെങ്കിൽ നമ്മൾ ഫി ഫസ്ലി ഹി അവൻ്റെ ക്ലാസ്സിൽ അങ്ങനെ പറയാം. എന്നിട്ട് നമുക്ക് തിസ്അത അശറ താലിബൻ അങ്ങനെയല്ല ഇതിൽ പറഞ്ഞത്. അതെ, തിസ്അത അശറ താലിബൻ അല്ലെങ്കിൽ ഫീഹി എന്നും പറയാം. ഫി ഫസ്ലിഹി എന്ന് പറയാം, അവൻ്റെ ക്ലാസ്സിൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഫീഹി അതിലുണ്ട് അങ്ങനെ പറയാം. തിസ്അത അശറ താലിബൻ. കം താലിബൻ ഫി ഫസ്ലി അലിയിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഫീഹി അർബഅത അശറ അല്ലേ, അർബഅത അശറ പറഞ്ഞുണ്ടല്ലേ. അർബഅത അശറ താലിബൻ.
അർബഅത്ത താലിബ് തുടക്കത്തിലുണ്ട് ഫീഹി. ഓക്കെ. മൻ അത്വലു താലിബിൻ ഫീ ഫസ്ലി അഹ്മദ. അഹ്മദിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥി ആരാകുന്നു? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അത്വലു താലിബിൻ ഫീ ഫസ്ലിഹി ഇബ്രാഹീമു. ഓക്കെ. അത്വലു താലിബിൻ ഫീ ഫസ്ലിഹി, അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥി ഇബ്രാഹിം ആകുന്നു. ഇനി വമൻ അത്വലു താലിബിൻ ഫീ ഫസ്ലി അലിയിൻ, അലിയിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥി ആരാകുന്നു? അത്വലു താലിബിൻ ഫീ ഫസ്ലി അലിയിൻ, അല്ലെങ്കിൽ ഫീ ഫസ്ലിഹി അങ്ങനെ എഴുതിയാൽ മതി. ഫീ ഫസ്ലിഹി ഹാമിദുൻ, ഹാമിദാകുന്നു അലിയിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നീളമുള്ള വിദ്യാർത്ഥി. ഹാമിദ്. അപ്പോൾ ഹാമിദ്. ശരി. അപ്പോൾ നെക്സ്റ്റ് കേട്ടോ, ലോ ഹാദിഹിൽ അലാമാത്തു സവാബ്. ലോ നീ വെക്കണം ഹാദിഹിൽ അലാമാത്തു, ഈ ഒരു അടയാളം ഏതാ? സവാബ്, റൈറ്റ് എന്നുള്ള അടയാളം വെക്കണം. അമാമൽ ജുമലിൽ സഹീഹത്തി, ശരിയായ വാചകങ്ങളുടെ മുന്നിൽ. ഹാദിഹിൽ അലാമാത്തു ഖത്ത, ഖത്ത എന്നുള്ള തെറ്റ് എന്നുള്ള അടയാളം വെക്കണം. അമാമൽ ജുമലിൽ ലത്തി ലൈസത്ത് സഹീഹത്തൻ, ശരിയല്ലാത്ത വാചകങ്ങളുടെ മുന്നിൽ ഒരു ഫ്രോഡ്സ് അടയാളം വെക്കണം. ഒന്നാമത്തേത് അത്താലിബുൽ ജദീദുല്ലദീ ജാ അംസി ഇസ്മുഹു ഉസാമത്തു. ഇന്നലെ വന്നതായ പുതിയ വിദ്യാർത്ഥി അവൻ്റെ പേര് ഉസാമ എന്നാകുന്നു. അപ്പോൾ പാഠത്തിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. കറക്റ്റ് അല്ലേ? അതെ, ഉസാമ എന്നാകുന്നു. കറക്റ്റാണ്. ഓക്കെ. ശരി. നെക്സ്റ്റ് വൺ, ഹാമിദുൻ ഫി ഫസ്ലി അഹ്മദ. ഹാമിദ് അഹ്മദിൻ്റെ ക്ലാസ്സിൽ ആകുന്നു. അതല്ല, റോങ് ആണ്. അപ്പോൾ അത് ഫോൾസ്. അൽ മഹ്ജഉ സാമിനു ഉർഫത്തു ഔസഉൻ. എട്ടാമത്തെ ഹോസ്റ്റലിൻ്റെ മുറികൾ വിശാലമാണ്. 8 അല്ല അല്ലേ, 5ൻ്റെ ആണ് വിശാലം. അപ്പോൾ അത് റോങ് ആണ്, തെറ്റാണ്. ഖത്തയുടെ. അടുത്തത് അൽ മഹ്ജഉ സാമിനു അബ്അദു മിൻ മഹ്ജഇൽ ഖാമിസി. 8ാമത്തെ ഹോസ്റ്റൽ 5ാമത്തെ ഹോസ്റ്റലിൽ നിന്നും വളരെ ദൂരത്തിലാണ്. അത് കറക്റ്റാണ് കേട്ടോ. അതിൽ പറഞ്ഞല്ലോ. ഇഖ്റഇൽ മിസാലൈനി, 2 ആത്തിയൈനി, തുടർന്ന് വരുന്ന 2 ഉദാഹരണങ്ങൾ നീ വായിക്കണം. ഇസ്മു തഫ്ദീൽ വരുന്നത്. ഇസ്മു തഫ്ദീൽ. അപ്പോൾ നമ്മൾ നോക്കുക. ഹാഷിമുൻ തവീലുൻ, ഹാഷിമ് നീളമുള്ളവനാകുന്നു. മുബ്തദ ഖബർ. വഹാമിദുൻ അത്വലു മിൻഹു, ഹാമിദ് അവനേക്കാൾ നീളമുള്ളവനാകുന്നു. ഹാമിദുൻ മുബ്തദ അത്വലു ഖബർ മിൻഹു ജാറുൻ വമജ്റൂറുൻ. ആമിനത്തു സഗീറത്തുൻ, ആമിന ചെറിയവൾ ആകുന്നു, ചെറുതാകുന്നു. ആമിനത്തു മുബ്തദ സഗീറത്തുൻ ഖബർ. വ സൈനബു അസ്ഗറു മിൻഹ, സൈനബ് അവളേക്കാൾ ചെറുതാകുന്നു. ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. സൈനബു മുബ്തദ അസ്ഗറു ഖബർ മിൻഹ ജാറുൻ വമജ്റൂറുൻ. ഹാദൽ കിതാബു അസ്ഹലു മിൻ ദാക, ദാക എന്ന് പറഞ്ഞാൽ ദാലിക എന്നുള്ള അർത്ഥം. ഈ പുസ്തകം അതിനേക്കാൾ എളുപ്പമുള്ളതാണ്. ഹാദ മുബ്തദ അൽ കിതാബു ബദൽ അസ്ഹലു ഖബർ മിൻ ദാക ജാറുൻ വമജ്റൂറുൻ. ഹാദിഹി സയ്യാറത്തു അജ്ബലു മിൻ തിൽക, ഈ കാറ് അതിനേക്കാൾ ഭംഗിയുള്ളതാണ്. ഹാദിഹി മുബ്തദ അസ്സയ്യാറത്തു ബദൽ അജ്മലു ഖബർ മിൻ തിൽക ജാറുൻ വമജ്റൂറുൻ. ഹംസത്തു അക്ബറു മിന്നി സിന്നൻ, ഹംസ എന്നേക്കാൾ വയസ്സിന് മൂത്തതാകുന്നു, വലുതാകുന്നു. ഹംസത്തു മുബ്തദ അക്ബറു ഖബർ മിന്നി ജാറുൻ വമജ്റൂറുൻ. സിന്നൻ എന്നുള്ളത് തമീസാണ് കേട്ടോ. സിന്നൻ തമീസ്. ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് കുറേ വാചകങ്ങൾ ഉണ്ടാക്കാം. ഹംസത്തു അക്ബറു മിന്നി, ഹംസ എന്നേക്കാൾ വലുതാകണത് മാലൻ, ധനത്തിൽ. സിന്നന് പകരം നമുക്ക് മാലൻ വെച്ച് നോക്കി, അപ്പോൾ പൈസയിൽ എന്നേക്കാളും ധനികനാണെന്നാകും. അല്ലെങ്കിൽ സൗജൻ എന്തായാലും വെക്കൂല. എന്താ വെച്ചാലും നമുക്ക് വെക്കാം, ഏതെങ്കിലുമൊക്കെ കൊടുക്കാം. ഓക്കെ. ഹ ഉലായി തുല്ലാബു അഹ്സനു മിൻ ഉലായിക്ക, ഈ വിദ്യാർത്ഥികൾ അവരെക്കാൾ നല്ലതാകുന്നു. ഹ ഉലായി മുബ്തദ അത്തുല്ലാബു ബദൽ അഹ്സനു ഖബർ മിൻ ഉലായിക്ക ജാറുൻ വമജ്റൂറുൻ. ബൈത്തി അബ്അദു അനിൽ മദ്രസത്തി മിൻ ബൈത്തിക, എൻ്റെ വീട് മദ്രസയിൽ നിന്നും നിൻ്റെ വീടിനേക്കാൾ ദൂരത്താകുന്നു.
ബൈത്തു മുബ്തദഅ വഹുവ മുലാഫ് യാ മുത്തകല്ലിം മുലാഫിൻ ഇലൈഹി അബ്അദു ഖബർ അനിൽ മദ്രസതി ജാറുൻ വ മജ്റൂറുൻ മിൻ ബൈത്തി ജാറുൻ വ മജ്റൂറുൻ ബൈത്തി മുലാഫ് ഖാ മുലാഫിൻ ഇലൈഹി ഹുവ അസ്ഗറു മിന്നാ സിന്നൻ അവൻ ഞങ്ങളെക്കാൾ വയസ്സിന് ചെറുതാകുന്നു. ഹുവ മുബ്തദഅ അസ്ഗറു ഖബർ മിന്ന ജാറുൻ വ മജ്റൂറുൻ സിന്നൻ എന്നത് തമീസാണ്. ഖത്തി അഹ്സനു മിൻ ഖത്തിക എൻ്റെ കൈയക്ഷരം നിൻ്റെ കൈയക്ഷരത്തേക്കാൾ, നിൻ്റെ എഴുത്ത് നിൻ്റെ എഴുത്തിനേക്കാൾ നല്ലതാകുന്നു. ഖത്തു മുബ്തദഅ വഹുവ മുലാഫ് യാ മുത്തകല്ലിം മുലാഫിൻ ഇലൈഹി അഹ്സനു ഖബർ മിൻ ഖത്തി ജാറുൻ മജ്റൂറുൻ ഖത്തി മുലാഫ് ക മുലാഫിൻ ഇലൈഹി ഹാദ ശാരിഉ അൻദഫു മിൻ ദാലിക ഈ റോഡ് അതിനേക്കാൾ വൃത്തിയുള്ളതാകുന്നു. ഹദ മുബ്തദഅ അശ്ശാരിഉ ബദൽ അൻദഫു എന്ന ഇസ്മു തഫ്ലീൽ ഖബറാണ്. മിൻ ദാലിക ജാറുൻ വ മജ്റൂറുൻ അല്ലബനു അഹ്സനു മിനശ്ശായി പാല് ചായയേക്കാൾ നല്ലതാകുന്നു. അല്ലബനു മുബ്തദഅ അഹ്സനു ഖബർ മിനശ്ശായി ജാറുൻ വ മജ്റൂറുൻ ഹാദിഹി സഅതു അർഹസു മിൻ തിൽക അർഹസു റഹീസുൻ വില കുറഞ്ഞത് ചീപ്പ് അർഹസു ഏറ്റവും വില കുറഞ്ഞത് ഹാദിഹി സഅതു ഈ വാച്ച് അതിനേക്കാൾ വില കുറഞ്ഞതാകുന്നു. ഹാദിഹി മുബ്തദഅ അസ്സഅതു ബദൽ അർഹസു ഖബർ മിൻ തിൽക ജാറുൻ വ മജ്റൂറുൻ. നാലാമത്തേത് കവ്വിൻ ജുമലൻ മിനൽ കലിമാത്തിൽ ആത്തിയത്തി മുസ്തഅമിലൻ ഇസ്മു തഫ്ദീലി ഇസ്മു തഫ്ദീൽ ഇസ്മു തഫ്ദീൽ ഉപയോഗിച്ചുകൊണ്ട് തുടർന്നു വരുന്ന വാക്കുകളിൽ നിന്നും വാചകങ്ങളെ ഉണ്ടാക്കണം. ഒന്നാമത്തേത് ഹാഷിമുൻ തവീലുൻ ഉസ്മാനു എങ്ങനെ ഉണ്ടാക്കുക? ഹാഷിമുൻ അത്വലു മിൻ ഉസ്മാന എന്ന് എഴുതണം. ഉസ്മാന മംനൂ മിന സർഫാണ്. ഹാഷിം ഉസ്മാനേക്കാൾ നീളമുള്ളവനാണ്. അൽ കാഹിറത്തു കൈറോ കബീറുൻ വലിയ റിയാദ് അൽ കാഹിറത്തു അക്ബറു മിന റിയാദി കൈറോ റിയാദിനേക്കാൾ വലുതാകുന്നു. ഹാദൽ ഫുന്ദുഖു ഈ ഹോട്ടൽ നളീഫുൻ വൃത്തിയുള്ളത്. ദാക അത് ഹാദൽ ഫുന്ദുഖു അൻളഫു മിൻ ദാക ഈ ഹോട്ടൽ അതിനേക്കാൾ വൃത്തിയുള്ളതാണ്. അൽ ലുഗത്തുൽ അറബിയത്തു അറബി ഭാഷ സഹലുൻ എളുപ്പം. ലുഗത്തുൻ ഫറൻസിയത്തു അൽ ലുഗത്തുൽ അറബിയത്തു അസ്ഹലു മിനൽ ലുഗത്തിൽ ഫറൻസിയത്തി അറബി ഭാഷ ഫ്രഞ്ച് ഭാഷയേക്കാൾ എളുപ്പമുള്ളതാകുന്നു. അന ഞാൻ കബീറുൻ വലുത് ഹുവ അവൻ അന അക്ബറു മിൻഹു ഞാൻ അവനേക്കാൾ വലിയവനാകുന്നു. ഹുവ അവൻ സഗീറുൻ ചെറിയവൻ അൻത നീ ഹുവ അസ്ഗറു മിൻക അവൻ നിന്നേക്കാൾ ചെറിയവനാകുന്നു. അർരിജാലു പുരുഷന്മാർ കസീറുൻ ധാരാളം അന്നിസാഉ സ്ത്രീകൾ അർരിജാലു അക്സറു മിനൻ നിസാഇ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ധാരാളമാകുന്നു. അൻത നീ അഹ്സനുൻ നല്ലത് അന ഞാൻ അൻത അഹ്സനു മിന്നി നീ എന്നേക്കാൾ നല്ലതാകുന്നു. അൽ മൗസു പഴം റഹീസുൻ വില കുറഞ്ഞത് അൽ ഇനബു മുന്തിരി അൽ മൗസു അർഹസു മിനൽ ഇനബി പഴം മുന്തിരിയേക്കാൾ വില കുറഞ്ഞതാകുന്നു. അശംസു സൂര്യൻ വഈദുൻ ദൂരെ അൽ ഖമറു ചന്ദ്രൻ അശംസു അബ്അദു മിനൽ ഖമരി സൂര്യൻ ചന്ദ്രനേക്കാൾ ദൂരത്താകുന്നു. ഇനി അഞ്ചാമത്തേത് ഇഖ്റഇൽ അംസിലത ഉദാഹരണം നീ വായിക്കണം. സുമ്മ ഹവ്വിൽ എന്നിട്ട് മാറ്റണം അൽ ജുമലൽ ആത്തിയത്തി തുടർന്ന് വരുന്ന വാചകങ്ങളെ അലാ ഗിറാറിഹ എന്നുവെച്ചാൽ ആ മോഡൽ പോലെ ആ മുസ്തഅമിലൻ ഇസ്മു തഫ്ലീൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മാതൃകയിൽ മാറ്റണം. ഒന്നാമത്തേത് മുഹമ്മദുൻ താലിബുൻ ഹസനുൻ മുഹമ്മദ് നല്ല വിദ്യാർത്ഥിയാകുന്നു. മുബ്തദ ഖബർ നഅത്താണ്. അപ്പോൾ എങ്ങനെ പറയാ? മുഹമ്മദുൻ അഹ്സനു താലിബിൻ ഫിൽ ഫസ്ലി. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. മുഹമ്മദ് ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാകുന്നു. മുഹമ്മദുൻ മുബ്തദ അഹ്സനു ഖബർ വഹുവ മുലാഫ് താലിബിൻ മുലാഫിൻ ഇലൈഹി ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ. അപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ ശേഷം ഒരു മുലാഫിൻ ഇലൈഹി നക്രിയായ ഒരു നാമം ഉണ്ടായിരിക്കണം ഇസ്മു തഫ്ലീലിന് ശേഷം. ഹാദാ ബൈത്തുൻ ജമീലുൻ
ഭംഗിയുള്ള വീടാകുന്നു. മുബത്തദ ഖബർ നഅത്ത്. ഹാദ അജ്മലു ബൈത്തിൻ ഫിശ്ശാരിഇ. ഇത് റോഡിലെ ഏറ്റവും ഭംഗിയുള്ള വീടാകുന്നു. ആമിനത്തു താലിബത്തുൻ സഗീറത്തുൻ. ആമിന ചെറിയ വിദ്യാർത്ഥിനിയാകുന്നു. ആമിനത്തു അസ്ഗറു താലിബത്തിൻ ഫി മദ്രസത്തി. ആമിന സ്കൂളിലെ ചെറിയ വിദ്യാർത്ഥിയാകുന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ മുബത്തദ ഖബർ മുലാഫ് മുലാഫിൻ ഇലൈഹി ജാറുൻ വ മജ്റൂറുൻ. ഹാദിഹി ഗുർഫത്തുൻ സഗീറത്തുൻ. ഇത് ചെറിയ മുറിയാകുന്നു. എങ്ങനെ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കുക? ഹാദിഹി അസ്ഗറു ഗുർഫത്തിൻ ഫി ബൈത്തിന. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മുറിയാകുന്നു ഇത്. ബിലാലുൻ ലാഇബുൻ ഹസനുൻ. ബിലാൽ നല്ല ഒരു കളിക്കാരനാകുന്നു. ബിലാലുൻ അഹ്സനു ലാഇബിൻ ഫി ഫരീഖിന. ബിലാൽ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരൻ ആകുന്നു. യാസിറുൻ റജുലുൻ ഫഖീറുൻ. യാസിർ ദരിദ്രനായ പുരുഷനാകുന്നു. യാസിറുൻ അഫ്ഖറു. അഫ്ഖറു ഏറ്റവും ദരിദ്രൻ. അഫ്ഖറു റജുലിൻ ഫി ഖരിയത്തിന. യാസിർ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്രനായ പുരുഷനാകുന്നു. ഹാദിഹി സാദുൻ റഹീസത്തുൻ. ഇത് വില കുറഞ്ഞ വാച്ചാകുന്നു. ഹാദിഹി അർഹസു സാഅത്തിൻ ഫിസ്സൂഖി. ഇത് അങ്ങാടിയിലെ ഏറ്റവും വില കുറഞ്ഞ വാച്ചാകുന്നു. ഹാദാ ദർസുൻ സഹലുൻ. ഇത് എളുപ്പമുള്ള പാഠമാകുന്നു. ഇതെല്ലാം മുബത്തദ ഖബർ നഅത്തായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഹാദ അസ്ഹലു ദർസിൻ ഫിൽ കിതാബി. ഇത് പുസ്തകത്തിലെ ഏറ്റവും എളുപ്പമുള്ള പാഠമാകുന്നു. അദ്ദുക്തൂറു സക്കരിയ ത്വബീബുൻ ഷഹീറുൻ. ഡോക്ടർ സക്കരിയ പ്രശസ്തനായ ഡോക്ടറാകുന്നു. അദ്ദുക്തൂറു മുബത്തദയും സക്കരിയ എന്നത് നഅത്താണ് കേട്ടോ. ഓക്കെ, സക്കരിയ അലിഫിൽ അവസാനിക്കുന്ന നാമമായതിനാൽ അത് ഹർക്കത്തിനെ സ്വീകരിക്കില്ല. ഓക്കെ, തബീബുൽ ഖബർ ഷഹീറു നഅത്ത്. ദുക്തൂർ സക്കരിയ അഷ്ഹറു തബീബിൻ ഫി ബലദിന. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാകുന്നു ഡോക്ടർ സക്കരിയ. അൽ അസ്ഹറു ജാമിഅത്തുൻ ഖദീമത്തുൻ. അസ്ഹർ പുരാതനമായ യൂണിവേഴ്സിറ്റി ആകുന്നു. അൽ അസ്ഹറു അഖ്ദമു ജാമിഅത്തിൻ ഫിൽ ആലമി. അസ്ഹർ എന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയാകുന്നു. 8. അൽ ഉസ്താദു നുഅ്മാനു മുദരിസുൻ ഹസനുൻ. ഉസ്താദ് നുഅ്മാൻ നല്ല ഒരു അധ്യാപകനാകുന്നു. ഉസ്താദു മുബ്തദ, നുഅ്മാനു എന്നത് ബദലാണ്. ഓക്കെ, നുഅ്മാനു മംനൂ മിന സർഫാണ് കേട്ടോ. ഉസ്താദു നുഅ്മാനു അഹ്സനു മുദരിസിൻ ഫിൽ മദ്രസത്തി. ഉസ്താദ് നുഅ്മാൻ സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപകനാകുന്നു. ഹാദ ദർസുൻ സഅബുൻ. ഇത് ബുദ്ധിമുട്ടുള്ള പാഠമാകുന്നു. ഹാദ അസ്അബു ദർസിൻ ഫിൽ കിതാബി. ഇത് പുസ്തകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠമാകുന്നു. ഹാദ ഫസ്ലുൻ വാസിഉൻ. ഇത് വിശാലമായ ക്ലാസ് മുറിയാകുന്നു. ഹാദ ഔസഉ ഫസ്ലിൻ ഫിൽ കുല്ലിയത്തി. ഇത് കോളേജിലെ ഏറ്റവും വിശാലമായ ക്ലാസ് മുറിയാകുന്നു. ഓക്കെ, 6. ഇഖ്റഇൽ മിസാലൈനി. രണ്ട് ഉദാഹരണം നീ വായിക്കണം. സുമ്മർത്തുബ് ബൈന കുല്ല ജുംലത്തൈനി. എല്ലാ രണ്ട് വാചകങ്ങളുടെ ഇടയിൽ ഒരു കണക്ഷൻ, അർത്ഥം എന്ന് പറഞ്ഞാൽ നീ ഒരു കണക്ട് ചെയ്യണം. ഫീമ എലി തുടർന്ന് വരുന്നത്. മുസ്തഅമല ലാക്കിന്ന വെക്കണം. ലാക്കിന്ന നമുക്കറിയാലോ, പക്ഷേ ഹർഫുൽ ഇസ്തിദ്റാക്കാണ്. വഅലം നീ അറിയണം. അന്ന എന്നത്, ലാക്കിന എന്നത് മിൻ അഖവാത്തി ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, ഒന്നാമത്തേത് അത്തുല്ലാബു കസീറുൻ. വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. മുബ്തദ ഖബർ. അൽ ഫസ്ലു സഗീറുൻ. ക്ലാസ് ചെറുതാണ്. അത്തുല്ലാബു കസീറുൻ ലാക്കിന്നൽ ഫസ്ല സഗീറുൻ. വിദ്യാർത്ഥികൾ ധാരാളമുണ്ട് എന്നാൽ ക്ലാസ് മുറി അല്ലെങ്കിൽ പക്ഷേ ക്ലാസ് ചെറുതാകുന്നു. ക്ലാസ് മുറി ചെറുതാകുന്നു. അപ്പോൾ ലാക്കിൻ്റെ അൽ ഫസ്ല എന്നാക്കണം കേട്ടോ. ഇസ്മു ലാക്കിൻ്റെ മൻസൂബാവണം. സഗീറുൻ ഖബറു ലാക്കിൻ്റെ മർഫൂ. ഹാമിദുൻ മുജ്തഹിദുൻ. ഹാമിദ് പരിശ്രമശാലിയാകുന്നു. സ്വദീഖുഹു കസ്ലാനു. അവൻ്റെ കൂട്ടുകാരൻ മടിയനാകുന്നു. മുബ്തദ ഖബർ കേട്ടോ. ഹാമിദുൻ മുജ്തഹിദുൻ ലാക്കിന്ന സ്വദീഖഹു കസ്ലാനു.
ഹാമിദ് പരിശ്രമശാലിയാണെങ്കിലും അവൻ്റെ കൂട്ടുകാരൻ മടിയനാകുന്നു. ആ സ്വദീഖ എന്നതാണ് ഇസ്മുലാക്കിന്ന മൻസൂബ് മുലാഫിനിലേഹി കസ്ലാനു ഖബർ മംനൂ മിന സർഫാണ്. മുഹമ്മദുൻ തവീലുൻ ഹാമിദുൻ ഖസീറുൻ. മുഹമ്മദുൻ തവീലുൻ ലാകിന്ന ഹാമിദൻ ഖസീറുൻ. മുഹമ്മദ് നീളമുള്ളവൻ എന്നാൽ ഹാമിദ് നീളം കുറഞ്ഞവനാണ്. മുഹമ്മദുൻ മുബ്തദ തവീലുൻ ഖബർ ലാകിന്ന മിൻ അഖവാതി ഇന്ന. ഹാമിദ് എന്നത് ഇസ്മുലാക്കിന്ന ഖസീറുൻ ഖബറുലാക്കിന്ന. ആമിനത്തു മുജ്തഹിദത്തുൻ ഉഖ്തുഹാ കസ്ല. ആമിന പരിശ്രമശാലിയാണ്, അവളുടെ സഹോദരി മടിച്ചിയാണ്. ആമിനത്തു മുജ്തഹിദത്തുൻ ലാകിന്ന ഉഖ്തഹാ കസ്ല. ആമിന പരിശ്രമശാലിയാണ്, എന്നാൽ അവളുടെ സഹോദരി മടിച്ചിയാകുന്നു. ഉഖ്ത എന്നുള്ളതാണ് ഇസ്മുലാക്കിന്ന, കസ്ല എന്നുള്ളത് ഖബറുലാക്കിന്ന. ഹാദ ദർസു തവീലുൻ ഹുവ സഹ്ലുൻ. ഹാദ ദർസു തവീലുൻ ലാകിന്നഹു സഹ്ലുൻ. ഈ പാഠം നീളമുള്ളതാണെങ്കിലും എളുപ്പമുള്ളതാണ്, പക്ഷേ എളുപ്പമുള്ളതാണ്, അല്ലെങ്കിൽ എന്നാൽ എളുപ്പമുള്ളതാണ്. ഹാദ മുബ്തദ അദ്ദർസു ഖബർ ലാകിന്ന മിൻ അഖവാതി ഇന്ന ഹു ഇസ്മുലാക്കിന്ന സഹ്ലുൻ ഖബറു ലാകിന്ന. സയ്യാറത്തി ഖദീമത്തുൻ ഹിയ ഖവിയ്യത്തുൻ. എൻ്റെ കാറ് പഴയതാണ്, അത് ശക്തിയുള്ളതാണ്. സയ്യാറത്തി ഖദീമത്തുൻ ലാകിന്നഹാ ഖവിയ്യത്തുൻ. എൻ്റെ കാറ് ശക്തിയുള്ളതാണ്, എന്നാൽ അത് പഴയതാകുന്നു. ഹായാണ് ഇസ്മുലാക്കിന്ന ഖവിയ്യത്തുൻ ഖബറുലാക്കിന്ന. അഖീ മുതസവ്വിജുൻ അന അസബുൻ. എൻ്റെ സഹോദരൻ വിവാഹിതനാണ്, ഞാൻ ബാച്ചുലറാണ്. എങ്ങനെ പറയാം? അഖീ മുതസവ്വിജുൻ ലാകിന്നി പക്ഷേ ഞാൻ, അല്ലെങ്കിൽ ലാകിന്നനി എന്നും പറയാം. ഞാൻ യാ മുത്തക്കല്ലിമാണ് ഇസ്മുലാക്കിന്ന കേട്ടോ. അസബുൻ എൻ്റെ സഹോദരൻ വിവാഹിതനാണ്, എന്നാൽ ഞാൻ അവിവാഹിതനാണ്. ഇബ്രാഹിമു ഫഖീറുൻ അമ്മുഹു ഖനിയുൻ ജിദ്ദൻ. ഇബ്രാഹിമു ഫഖീറുൻ ലാകിന്ന അമ്മഹു ഖനിയുൻ ജിദ്ദൻ. ഇബ്രാഹിം ദരിദ്രനാണ്, പക്ഷേ അവൻ്റെ അമ്മാവൻ എന്നാൽ അവൻ്റെ അമ്മാവൻ വളരെ റിച്ചാണ്, വളരെ ധനികനാണ്. ബൈത്തുക ജമീലുൻ ജിദ്ദൻ ഹുവ സഗീറുൻ. എങ്ങനെ പറയാം? ബൈത്തുക ജമീലുൻ ജിദ്ദൻ ലാകിന്നഹു സഗീറുൻ. നിൻ്റെ വീട് വളരെ ഭംഗിയുള്ളതാണ്, എന്നാൽ അത് ചെറുതാകുന്നു. ഹുവാണ് ഇസ്മുലാക്കിന്ന, സഗീറുൻ ഖബറുലാക്കിന്ന. ഓക്കെ. ഇഖ്റഇൽ മിസാലൈനി. 2 ഉദാഹരണം നീ വായിക്കണം. സുമ്മ അദ്ഖിൽ എന്നിട്ട് നീ പ്രവേശിപ്പിക്കണം. കഅന്നഹെ അല ജുമലിൽ ആതിയത്തി താഴെ വരുന്ന വാചകങ്ങളിൽ ഇൽമൻ അറിഞ്ഞുകൊണ്ട് ബി അന്ന എന്നത് കഅന്ന എന്നത് മിൻ അഖവാതി ഇന്ന എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കഅന്നയെ ഓരോ തുടർന്ന് വരുന്ന വാചകങ്ങളിൽ പ്രവേശിപ്പിക്കാൻ. മൻ ഹാദൽ ഫത. ഈ ചെറുപ്പക്കാരൻ ആരാണ്? കഅന്നഹു അഖൂക. ഇത് നിന്റെ സഹോദരൻ്റെ പോലെയുണ്ട്. കഅന്ന മിൻ അഖവാതി ഇന്ന. ഹു ആണ് ഇസ്മു കഅന്ന. അഖു എന്നുള്ളത് ഖബർ കഅന്ന മുദാഫുൻ ഇലൈഹി. മൻ ഹാദിഹിൽ തിഫ്ലത്തു. ആരാണ് ഈ കുട്ടി? കഅന്നഹ ഉഖ്തുക. അത് നിന്റെ സഹോദരിയെ പോലെയുണ്ട്. കഅന്ന മിൻ ഹർഫു തഷ്ബീഹാണ്. മിൻ അഖവാതി ഇന്ന. ഹ എന്നതാണ് ഇസ്മു കഅന്ന, ഉഖ്തു ഖബറു കഅന്ന, വഹുവ മുലാഫുൻ ഇലൈഹി. ഹുവ ജമീലുക. അവൻ നിന്റെ സഹപാഠിയാകുന്നു. കഅന്നഹു. അപ്പം നമ്മളെങ്ങനെ എഴുതാം? കഅന്നഹു ജമീലുക. അവൻ നിന്റെ സഹപാഠിയെ പോലെയുണ്ട്. ഹിയ തബീബത്തുൻ. അവൾ ലേഡി ഡോക്ടറാകുന്നു. കഅന്നഹാ തബീബത്തുൻ. അവൾ ലേഡി ഡോക്ടറെ പോലെയാകുന്നു. ഹും തുല്ലാബുൻ. അവർ വിദ്യാർത്ഥികളാകുന്നു. കഅന്നഹും തുല്ലാബുൻ. അവർ വിദ്യാർത്ഥികളെ പോലെയാകുന്നു. അൻത മരീലുൻ. നീ രോഗിയാകുന്നു. എങ്ങനെ പറയാം? അൻതയിലേക്ക് കഅന്ന ചേർത്തുമ്പോൾ കഅന്നക മരീലുൻ. നീ രോഗിയെ പോലെ ആകുന്നു. കഅന്നക ട്ടാ. അൻത കഅന്ന പ്ലസ് അൻത കഅന്നക. ഹുവ മുദരിസുൻ ജദീദുൻ. അവൻ പുതിയ അധ്യാപകനാണ്. കഅന്ന ചേർത്തുമ്പോൾ എങ്ങനെയാ? കഅന്നഹു മുദരിസുൻ ജദീദുൻ. കഅന്നഹു മുദരിസുൻ ജദീദുൻ. ജദീദുൻ എന്ന ആക്ട്. മറ്റേത് ഇസ്മു കഅന്ന ഖബറു കഅന്ന. അന്തി ഉഖ്തു മറിയമ. നീ മറിയമിൻ്റെ സഹോദരിയാകുന്നു. കഅന്നകി. കഅന്ന പ്ലസ് അന്തി കഅന്നകി
ഉഖ്തു മറിയമ. മറിയം എന്നുള്ളത് മംനൂൻ സർഫാണ് കേട്ടോ. മുലാഫുൻ മുലാഫിൻ ഇലൈഹി ആകുമ്പോഴും ഫതഹയിൽ ജർ ചെയ്യുക കേട്ടോ. ഇനി എട്ടാമത്തേത് ഇഖ്റ മായരി, തുടർന്ന് വരുന്നത് നീ വായിക്കണം. അഅദാദുൽ മുറക്കബ, ഈ പാഠത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ വീഡിയോയിൽ. അഹദ അഷറ താലിബൻ, 11 വിദ്യാർത്ഥികൾ. ഇസ്ന അഷറ താലിബൻ, 12 വിദ്യാർത്ഥികൾ. സലാസത അഷറ താലിബൻ, 13 വിദ്യാർത്ഥികൾ. ആ നിയമങ്ങളൊക്കെ നോക്കുക കേട്ടോ. അർബഅത അഷറ താലിബൻ, 14 വിദ്യാർത്ഥികൾ. ഖംസത അഷറ താലിബൻ, 15 വിദ്യാർത്ഥികൾ. സിത്തത അഷറ താലിബൻ, 16 വിദ്യാർത്ഥികൾ. സബഅത അഷറ താലിബൻ, 17 വിദ്യാർത്ഥികൾ. സമാനിയത്ത അഷറ താലിബൻ, 18 വിദ്യാർത്ഥികൾ. തിസ്അത അഷറ താലിബൻ, 19 വിദ്യാർത്ഥികൾ. ഇശ്റൂന താലിബൻ, 20 വിദ്യാർത്ഥികൾ. അപ്പോൾ നമ്മൾ എണ്ണത്തിൻ്റെ നിയമം ശ്രദ്ധിക്കുക. അതായത് മുറക്കബാണ്, പിന്നെ 2 ഭാഗമുണ്ട്, അത് ഒന്നിച്ചാണ്. ജുസൂൽ അവലുണ്ട്, സാനിയുണ്ട്. 11ഉം 12ഉം 11 മുതൽ 19 വരെ തമീസായിട്ടാണ് നമ്മൾ എണ്ണപ്പെടുന്നതിന് ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണപ്പെടുന്നത് മഅദൂദിൻ്റെ 11നും 12നും സെയിം ജെൻഡറാണ്, എല്ലാം സെയിം ആണ്. എന്നാൽ 13 മുതൽ 19 വരെ ആ എണ്ണത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും എണ്ണപ്പെടുന്ന വസ്തു. അതായത് മഅദൂദിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കണം അതതിൻ്റെ ആദ്യ ഭാഗം. ആ നിയമങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. ഇനി 9 ഇഖ്റ മായരി, തുടർന്ന് വരുന്നത് നീ വായിക്കണം. മക്തുബുഹു, എന്നിട്ട് അത് എഴുതണം. ആ കിതാബത്തി അർക്കാമി, എണ്ണങ്ങൾ ഇങ്ങനെ എഴുതുക. വൽ വാരിദത്തി ഫിഹി ഫിൽ ഖുറൂഫി, അക്ഷരങ്ങളിൽ ഈ എണ്ണങ്ങളൊക്കെ എഴുതണം. അപ്പോൾ ഇതിൽ നമ്പറാണ് തന്നിട്ടുള്ളത്, അത് നമ്മൾ അക്കങ്ങളാണ് തന്നിട്ടുള്ളത്, അക്ഷരത്തിലേക്ക് എഴുതണം. ഫി ഫസ്ലി തിസ്അത അഷറ താലിബൻ, താലിബൻ എന്നത് തമീസാണ് കേട്ടോ. തിസ്അത അഷറ താലിബൻ, തിസ്അത അഷറ എന്നുള്ളതാണ് മുബത്തദ. ഫി ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. താലിബൻ എന്നത് തമീസാണ്. ഇൻദി ഖംസത അഷറ കിതാബൻ ബില്ലുഗത്തിൽ അറബിയ്യത്തി വ 12 കിതാബൻ ബില്ലുഗത്തിൽ ഫിറൻസിയത്തി. എൻ്റെ കയ്യിൽ 15 പുസ്തകം അറബി ഭാഷയിലുള്ളതും 12 പുസ്തകം ഫ്രഞ്ച് ഭാഷയിലുള്ളതും ഉണ്ട്. എന്താ എന്ന ലർഫാണ് ഖബർ കേട്ടോ. ആദ്യത്തെ ഏതായിരുന്നു? ഹംസത അഷറ എന്നുള്ളതാണ് മുബത്തദ. പിന്നെ കിതാബൻ എന്നത് തമീസാണ്. ബില്ലുഗത്തി ജാറുൻ വ മജ്റൂറുൻ. അറബിയത്തി എന്നത് അല്ലെങ്കിൽ ഫിറൻസിയത്തി എന്നതൊക്കെ നഅത്താണ്. 3 റഅ യൂസുഫ് അലൈഹിസ്സലാം ഫിൽ മനാമി അഹദ അഷറ കൗകബൻ. യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ 11 നക്ഷത്രങ്ങൾ കണ്ടു. മനാമി എന്ന് പറഞ്ഞാൽ സ്വപ്നം കേട്ടോ. റഅ കണ്ടു, അത് വീക്ക് വെർബ് മുഅത്തലായ ഫിഅലാണ്, നമ്മൾ പഠിക്കൂട്ട. റഅ യൂസുഫ്, യൂസുഫ് ആണ് അവിടെ ഫാഇൽ. റഅ എന്നുള്ളത് ഫിഅലുൻ മാദി മബ്നിയുൻ അലൽ ഫതഹി. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കൂട്ട. ഇന്ദി ഇഷ്റൂന റിയാലൻ, എൻ്റെ കയ്യിൽ 20 റിയാലുണ്ട്. ഇഷ്റൂന എന്നുള്ള ജമ മുദക്കറിൻ്റെ സാലിമാണ്. അത് നമ്മൾ മുൻപ് ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാവ് കൊണ്ട് റഫ് ചെയ്തു. അവിടെ മുബത്തദയാണ് ഇഷ്റൂന എന്നത്, വാവ് കൊണ്ടാണ് റഫ് ചെയ്തത്. ജമു മുദക്കർ സാലിമിൻ്റെ നിയമമാണ് അവിടെ വരുന്നത്. എന്താന്നുള്ള ലർഫാണ് ഖബർ കേട്ടോ. റിയാലൻ എന്നത് തമീസാണ്. കം ഫുന്ദുഖൻ ഫി ഹാദ ഷാരി, ഈ റോഡിൽ എത്ര ഹോട്ടലുകളുണ്ട്? ഫീഹി സലാസത അഷറ ഫുന്ദുഖൻ, അതിലുണ്ട് 13 ഹോട്ടലുകളുണ്ട്. ഫി ഹാദ ഫുന്ദുഖൻ എന്നത് തമീസ് കേട്ടോ. ഫീഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. സലാസത അഷറ എന്നുള്ളത് മുബത്തദ. ഫി ഹാദിഹിൽ മദീനത്തി 14 മസ്ജിദൻ. ഓക്കെ, അവിടെ ഫി ഹാദിഹി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അൽ മദീനത്തി ബദൽ 14 എന്നത് മുബത്തദ, മസ്ജിദൻ തമീസാണ്. തമനു ഹാദൽ കിതാബി 17 റിയാലൻ, ഈ പുസ്തകത്തിൻ്റെ വില 17 റിയാലാകുന്നു. ഓക്കെ, ഇവിടെ പിന്നെ സമനു ആണ് മുബത്തദ. വഹുവ മുളാഫ്, ഹാദ മുളാഫിൻ ഇലൈഹി. അൽ കിതാബ എന്നുള്ളത് ബദലാണ്. 17 എന്നതാണ് ഖബർ. റിയാലൻ എന്നുള്ളത് തമീസാണ്. ഫി ഹാദൽ കിതാബി ഇഷ്റൂന ദർസൻ. ഇഷ്റൂന ദർസൻ, ഈ പുസ്തകത്തിൽ 20 പാഠങ്ങളുണ്ട്. ഇഷ്റൂന റഫ് ആണ്, മുബത്തദയാണ്, വാവ് കൊണ്ട് റഫ് ചെയ്തു. ഫി ഹാദ ആണ് അതിലെ ഖബർ. ഫിസ്സനത്തി 12 ഷഹ്റൻ, ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. ഫിസ്സനത്തി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. 12
മുബത്തദ ഷഹർ എന്നുള്ളത് തമീസാണ്. ഇനി നമ്മൾ ആദ്യം പഠിച്ച ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ പഠിച്ച ആ ഓർഡിനറി നമ്പർ ഉണ്ടല്ലോ, അൽ അദദു തർത്തീബ് ഇഖ്റഉമായലി, തുടർന്ന് വരുന്നത് നീ വായിക്കണം. അദ്ദർസുൽ അവ്വലു ഒന്നാമത്തെ പാഠം, അദ്ദർസു സാനി രണ്ടാമത്തെ പാഠം. ഇതെല്ലാം നഅത്ത് മൻഊത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മൻഊത്ത് ആദ്യം, പിന്നെ നഅത്ത്. അവ്വലു എന്നുള്ളത് നഅത്ത്, അദ്ദർസു മൻഊത്ത്. ഓക്കെ, അദ്ദർസു സാലിസു മൂന്നാമത്തെ പാഠം, അദ്ദർസു റാബിഉ നാലാമത്തെ പാഠം, അദ്ദർസുൽ ഖാമിസു അഞ്ചാമത്തെ പാഠം, അദ്ദർസു സാദിസു ആറാമത്തെ പാഠം, അദ്ദർസു സാബിഉ ഏഴാമത്തെ പാഠം, അദ്ദർസു സാമിനു എട്ടാമത്തെ പാഠം, അദ്ദർസു താസിഉ ഒമ്പതാമത്തെ പാഠം, അദ്ദർസുൽ ആഷിറു പത്താമത്തെ പാഠം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ക്രമത്തെ വർണ്ണിക്കുന്ന എണ്ണമാണിത്. ഇത് നേരത്തായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം ജെൻഡർ ആയിരിക്കും. ഇതിൻ്റെ മുഅന്നസ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ എക്സസൈസാണ്. നീ നഅത്ത് ആക്കണം. അൽ അസ്മാ അൽ ആത്തിയത്ത തുടർന്ന് വരുന്ന ഇസ്മുകൾക്ക് ബി അദദി തർത്തീബി, അദദു തർത്തീബ് കൊണ്ട് നമ്മൾ നഅത്താക്കണം. അൽ മുഷ്തഖ മിനൽ അദദിൽ മദ്കൂറത്തിൻ അമാമ കുല്ല വാഹിദിൻ മിൻഹുമോ, ഓരോന്നിൻ്റെ മുന്നിലുള്ള അദദിൽ നിന്ന്. ഓക്കെ, അൽ യൗമു അസാമിനു അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ മുന്നിൽ ആ നമ്പർ എണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, അൽ യൗമു സാമിനു എട്ടാമത്തെ ദിവസം, അത്താലിബു സാലിസു മൂന്നാമത്തെ വിദ്യാർത്ഥി, അദ്ദർസുൽ ആഷിറു പത്താമത്തെ പാഠം, അസ്സഹ്ഫത്തു താസിഅതു അവിടെ ഷഹ്ഫത്തു എന്നത് മുഅന്നസ് ആയതുകൊണ്ട് അത്താസിഅതു എന്ന് കൊടുക്കണം. ഓക്കെ, ഒമ്പതാമത്തെ പേജ്, താസിഅതു ഒമ്പതാമത്തെ പേജ്, അൽ ജുസുഉൽ അവ്വലു ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ ജുസ്, ഫിസ്സനത്തി റാബിഅത്തി നാലാമത്തെ വർഷത്തിൽ. ഓക്കെ, റാബി അത്തി, കാരണം സനത്തിൻ മുഅന്നസ് ആയതുകൊണ്ട് റാബി അത്തി മർബൂത്ത കൊടുക്കണം, മുഅന്നസ് ആക്കണം. അത്വാലിബത്തു സാദിസത്തു ആറാമത്തെ വിദ്യാർത്ഥിനി, അൽ ബൈത്തു സാബിഉ ഏഴാമത്തെ വീട്, അൽ ഗുർഫത്തുൽ ഖാമിസത്തു അഞ്ചാമത്തെ മുറി, മുഅന്നസാണ്. അൽ ജുസുഉ സാനി രണ്ടാമത്തെ ഭാഗം, അൽ അവ്വലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഅന്നസുഹു, അതിൻ്റെ മുഅന്നസാണ് അൽ ഊല. നഖൂലു നമ്മൾ പറയും എങ്ങനെ, അത്താലിബുൽ അവ്വലു ഒന്നാമത്തെ വിദ്യാർത്ഥി, അത്താലിബത്തുൽ ഊല ഒന്നാമത്തെ വിദ്യാർത്ഥിനി. അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. യുവജ്ജിഹുൽ മുദർരിസു ഇലത്തുല്ലാബി, അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിച്ചു വിടണം. എന്താ, അസ്ഇലത്തൻ ചോദ്യങ്ങൾ, മുവക്കനത്തൻ മിൻ അലൈസ കദാരിക അലൈസ കദാരികയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ. ഫയുജീബു അൻഹ അത്തുല്ലാബ് വിദ്യാർത്ഥികളിൽ നിന്ന് എന്ത് ഉത്തരം വരണം, നഹു ബല പോലെ. ഓക്കെ, അലൈസ അതായത് ഇസ്തിഫാമുൽ മൻഫി നെഗറ്റീവ് ചോദ്യത്തിൻ്റെ പോസിറ്റീവ് ഉത്തരമാണ് അപ്രകാരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുമ്പോൾ ബല, അല്ല എന്ന് പറയണമെങ്കിൽ നഅം. ഇവിടെ ബല എന്നാണ് ഉത്തരം പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അൻത മിനൽ ഹിന്ദി നീ ഇന്ത്യയിൽ നിന്നാകുന്നു, അലൈസ കാദാലിക അപ്രകാരമല്ലേ. ഇങ്ങനെ അധ്യാപകൻ ചോദിക്കുമ്പോൾ കുട്ടി എന്ത് പറയണം, ബല അതേ, അന മിനൽ ഹിന്ദി ഞാൻ ഇന്ത്യയിൽ നിന്നാകുന്നു. അടുത്തത് അൻത മരീദുൻ നീ രോഗിയാകുന്നു, അലൈസ കാദാലിക അപ്രകാരമല്ലേ. അപ്പോൾ എന്ത് പറയണം വിദ്യാർത്ഥി, ബല അന മരീദുൻ അതേ ഞാൻ രോഗിയാകുന്നു. ഇനി 13ാമത്തെയും ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അയ്യുഹുമാ വിച്ച് വൺ ഓഫ് യു ബോത്ത് നിങ്ങൾ രണ്ടിൽ ആയതാണ്. ഓക്കെ, യുഷീറുൽ മുദർരിസു ഇല താലിബൈനി അധ്യാപകൻ ചൂണ്ടണം, രണ്ട് വിദ്യാർത്ഥികളെ ചൂണ്ടിയിട്ട് പറയണം, വയക്കൂലു ഹാദാനി താലിബാനി ഇവ രണ്ടും വിദ്യാർത്ഥികളാകുന്നു, അയ്യുഹുമ അത്വലു ഇവ രണ്ടിൽ ഏതാണ് നീളം കൂടിയവൻ, ഇല കിതാബേനി അങ്ങനെ രണ്ട് ബുക്കിലേക്കും ചൂണ്ടി വയക്കൂലു എന്നിട്ട് പറയും ഹാദാനി കിതാബാനി ഇത് രണ്ടും പുസ്തകങ്ങളാകുന്നു. അയ്യുഹുമാ ജുമലു ഇവ രണ്ടിൽ ഏതാണ് ഭംഗിയുള്ളത്, വഹാക്കഥ ഇപ്രകാരം ഇങ്ങനെ ചോദിക്കുക. അതൊരു ആക്ടിവിറ്റിയാണ്. അയ്യുഹുമാ ജുമലു ഇവ രണ്ടിൽ ഏതാണ് ഭംഗിയുള്ളത്, അയ്യുഹുമാ അത്വലു ഇവ രണ്ടിൽ ഏതാണ് നീളമുള്ളത്. അങ്ങനെ അയ്യുഹുമാ എന്നുള്ളതിൻ്റെ പ്രയോഗം പഠിക്കാനാണ് പറയുന്നത്. ഇനി അൽ കലിമാത്തുൽ ജദീദത്തു പുതിയ പദങ്ങൾ. മഹ്ജഉ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ, അതിൻ്റെ ബഹുവചനമാണ് മഹാജിഉ, അത് മംനൂ മിനസ് സർഫാണ്. കൗകബുൻ നക്ഷത്രം, അതിൻ്റെ ബഹുവചനമാണ് കവാക്കിബു, അതും മംനൂ മിനസ് സർഫാണ്. വാസിഉ എന്ന് പറഞ്ഞാൽ വിശാലമായത്.
ഫരീഖുൻ ടീം സംഘം. ഫുറഖാഉ അതിൻ്റെ ജം ആണ് ഫുറഖാഉ. ഫുഅലാഉ വസൻ മംനൂ മിനസ് സർഫാണ് കേട്ടോ. ടീമുകൾ. ഷഖീഖുൻ എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പ്. അഷിഖാഉ കൂടപ്പിറപ്പുകൾ. അഫ്ഇലാഉ വസനാണ്, അതും മംനൂ മിനസ് സർഫാണ്. ദമനുൻ എന്ന് പറഞ്ഞാൽ മൂല്യം, വില. ആലിമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതൻ. ആലമുൻ എന്ന് പറഞ്ഞാൽ ലോകം. ആലിമുൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ. ആലിമുൻ. ആലിമുൻ്റെ ജമു ഉലമാ ഉൻ പണ്ഡിതർ. ആലമുൻ ലോകം, ലോകങ്ങൾ. ആലമൂന. ഓക്കെ. ഇനി അവാലിം എന്നും പറയാറുണ്ട് കേട്ടോ, ലോകങ്ങൾ. ഷഹീറുൻ പ്രശസ്തൻ. ഷഹ്റുൻ മാസം. ഷഹ്റുൻ്റെ ജം ആണ് ഷുഹൂറുൻ മാസങ്ങൾ. അഷ്ഹറുൻ എന്നും പറയാറുണ്ട്. ലായിബുൻ എന്ന് പറഞ്ഞാൽ കളിക്കാരൻ, അതിൻ്റെ ജം ആണ് ലായിബൂന കളിക്കാർ. ജം മുദക്കർ സാലിം. ഫിൽ മനാമി ഉറക്കത്തിൽ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൻ്റെ ആൻസർ കീ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഉപകാരപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.